എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ആദ്യം വരുമ്പം ഇംഗ്ലീഷ് പറയാനായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ സാധനമാണ്. ഇപ്പം ഇപ്പം തന്നെ നമ്മൾ താങ്ക് യു, പ്ലീസ്, അല്ലെങ്കിൽ ഹലോ മേറ്റ്, ഹൗ ആർ യു ഡൂയിങ്, ഈ പറയുന്ന സാധനങ്ങളൊന്നും പലപ്പോഴും ആദ്യകാലത്ത് ഉപയോഗിക്കത്തില്ലായിരുന്നു. കാരണം നമ്മളിത് യൂസ്ഡ് അല്ല, ഷൈ ആണ്. പക്ഷേ ഞാൻ പഠിച്ച ഏറ്റവും പ്രധാന ഒരു കാര്യം നമ്മൾ ഇത്തരത്തിലുള്ള വാക്കുകൾ വളരെ അങ്ങ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഒന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളിപ്പം റോഡിലൂടെ പോകും, അല്ലെ എക്സാക്ട്ലി ഹൗ യു ഡൂയിങ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യും മിക്കവാറൊക്കെ. ഹൗ യു ഡൂയിങ്, ഓ ഐ ഹാഡ് എ ബാഡ് ഡേ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയും. ഇത് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ ഇതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ പലപ്പോഴും അതിന് മുമ്പ് നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പിടിച്ച് അല്ലെങ്കിൽ വെച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്, അല്ലെ, ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നാൽ ഇവർ വളരെ ഓപ്പണാണ്, ഈ പറയുന്ന പോലെ ഇങ്ങനെ എടുത്തിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ളത് നമ്മൾ കൂടുതൽ പാലിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വളരെ ഈസി ആയിട്ട് ഈ ലാംഗ്വേജ് പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അതായത് ബ്രോ പറയുന്നതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാനും ശ്രദ്ധിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്, അതായത് എക്സ്പ്രസീവായിട്ട് സംസാരിക്കുക, അതാണ് പക്കാ പോയിന്റ്. അതെ, കാരണം നമ്മുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കണമെന്നാണ് പണ്ടേ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ഗ്രാമറിലൊക്കെ നമ്മൾ പഠിക്കുന്ന രീതിയും എല്ലാത്തിനും ഒരു വേറൊരു മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വരുമ്പോൾ ആദ്യം ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ പ്രധാന റീസൺ അതാണ്. ഇവർ സംസാരിക്കുന്ന പോലെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എക്സ്പ്രസീവായിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അല്ലേ നമുക്ക് മാച്ച് ചെയ്യാൻ. ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് ഒരു ഇത്തിരി പ്രായമുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. നേഴ്സാണ്, കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവര് ഇവരുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മളെ പോലെ, ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊന്നും പഠിച്ചാൽ സാധാരണ സ്കൂളിൽ പഠിച്ചിട്ട് വന്നവരാണ്. കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് ഒന്നും അറിയില്ല. അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അവർ സംസാരിക്കുമ്പോൾ ചിന്തിക്കാറില്ല. ഞാൻ കണ്ട ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ അവരിൽ നിന്ന് പഠിച്ചൊരു കാര്യം അതായിരുന്നു. എന്നിട്ട് അവർ പടിപടിയായിട്ട് അവർ ഓരോ പൊസിഷനിലേക്ക് ഉയരുകയും ചെയ്യുന്നു. കാരണം അവർ പറയുന്ന, അവർക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം അത് ഇത് ഗ്രാമറുണ്ടോ മറ്റേതുണ്ടോ ഇതുണ്ടോ എന്ന് ചിന്തിക്കാതെ അവരത് എക്സ്പ്രസ് ചെയ്യാന്ന് മാത്രമേ അവരുടെ എയിമിലുള്ളൂ. അല്ല, 100% ബ്രോ. അതായത് ഞാൻ റീറ്റെയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാനി ഫ്രണ്ട്സ് ആയിരുന്നു ഒരുപാട്. അപ്പോൾ ഇവന്മാരെല്ലാം മറ്റേ ഉറുദുവിലാണ് സംസാരം. അപ്പോൾ എനിക്കറിയാമെന്നുള്ള നമ്മുടെ ഭാരത് മാതാ കി ജയ് കുറച്ച് ഹിന്ദി അഡ്ജസ്റ്റ് ചെയ്ത് അറിയാം. ഞാൻ എന്ത് ചെയ്തു, ഒന്നും നോക്കിയില്ല, ഞാനും ഹിന്ദി അങ്ങ് തുടങ്ങി. അപ്പോൾ ഇവന്മാരെന്നെ കളിയൊക്കെ അവർ ചെയ്യുമായിരുന്നു. അതായത് എൻ്റെ ഒരു വേ ഓഫ് ടോക്ക് ഉണ്ട്, നമ്മുടെ മലയാളിത്തോ എല്ലാം മിക്സായി വരുന്നൊരു ഹിന്ദി ഉണ്ടല്ലോ. പക്ഷേ ഐ ജസ്റ്റ് ഡിഡ്ന്റ് ഫീൽ എനിത്തിങ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംസാരിച്ച് നോക്കും. ഒരു സുപ്രഭാതം ചെയ്യുമ്പോൾ ഞാനും അവനൊക്കെ ഇരുന്ന് ഉറുദു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നിടത്ത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഐ തിങ്ക് യു കനോട്ട് ഡു ഇറ്റ്, അല്ലേ? അതാണ് അതിൻ്റെ ഒരു മെയിൻ സാധനം. അതായത് നമ്മൾ എക്സ്പ്രസീവ് ആവുക, കൃത്യമായിട്ട് സംസാരിക്കുക, പേടിക്കണ്ട, തെറ്റാണെങ്കിൽ തെറ്റാണ് എന്നുള്ളതാണ്. അതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ ഈ പറയുന്ന പോലെ ചിന്തകളില്ലായിരിക്കും. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതും ഇതും ചിന്തിച്ചു പോവാതിരിക്കുക. അതെ, അവരെന്ത് ചിന്തിക്കും എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റ് എടുത്ത് മാറ്റുക. സംസാരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള പോയിന്റുകൾ മാത്രം ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം പതുക്കെ ഉണ്ടാക്കിയെടുക്കുക. അതെ, അല്ല ഇവിടെ തന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ യു ഓക്കെ മൈ ലവ് അല്ലെങ്കിൽ ഹൗ ആർ യു ഡാർലിംഗ് എന്നൊക്കെ ചോദിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അടുത്തൊരു എക്സ്പ്രസീവ് സാധനം ഇതാണ്. ഞാൻ ഒരിക്കലും കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. എക്സാക്ട്ലി. പക്ഷേ ഇന്നിപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളാണെങ്കിൽ പലപ്പോഴും ഞാൻ പറയുന്നത് യു ഓക്കെ മൈ ഡിയർ, അല്ലെ സീ യു ലേറ്റർ ബൈ ഡിയർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ഒരു ഡെപ്താണ് നമ്മളവിടെ കാണിക്കുന്നത്. എല്ലാവരും കയറി ഡിയർ എന്നും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ പണ്ട് കൂടെ വർക്ക് ചെയ്തൊരു പുള്ളിക്കാരത്തി ഉണ്ട്. അവർ ഈ പുള്ളിക്കാരത്തി എല്ലാവരെയും കയറി ഡാർലിംഗ് എന്ന് വിളിച്ചിട്ട് പേഷ്യന്റ് കംപ്ലൈന്റ് ചെയ്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മളവരുമായിട്ട് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും യു ഓൾറൈറ്റ് മേറ്റ്, ഹൗ യു ഡൂയിങ്, യു ഓക്കെ മൈ ബ്രദർ എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ ഉണ്ട്, നമുക്ക് സംസാരിക്കാം. അതൊക്കെ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് രണ്ട് പീപ്പിൾ തമ്മിലുള്ള എനർജി പാസിംഗ് ആണ്. ആ എനർജി കൂടുതലായിട്ട് നമ്മൾ അടുപ്പിക്കും. ഡീപ് കോൺവെർസേഷൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ മീനിങ് ഫുൾ കോൺവെർസേഷൻ. അതെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബ്രോ എന്ന് തന്നെ നമ്മളെപ്പോഴും പറയില്ലേ, ബ്രോ എന്ന് പറയുന്ന വേർഡ് ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആൻഡ് പവർഫുൾ ആക്ച്വലി. കാരണം ബ്രോയ്ക്ക് പ്രായം ഭേദമില്ല, ആരെയും നമുക്ക് ബ്രോ എന്ന്. നിങ്ങളെ മകനും എന്നെ വിളിക്കുന്ന ബ്രോ എന്നാണ് അല്ലേ? എക്സാക്ട്ലി. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആ ബ്രോ എന്ന് പറയുന്ന ഒരു കോഡ്, അതൊരു നല്ലൊരു വേർഡാണ്. എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോൾ ചേട്ടാ, അമ്മ, അങ്കിൾ, അപ്പൂപ്പൻ കുറേ കാറ്റഗറി തിരിച്ച് വെക്കുമ്പോൾ
നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് ആ വേർഡിന് വേണ്ടിയുള്ളൊരു നമ്മൾ തന്നെ പറയുന്ന ടോൺ മാറുന്നു, എല്ലാം മാറുന്നു. മറ്റൊന്ന് ഒരു കോമൺ വേർഡായിട്ട് അതൊരു ഫ്രണ്ട്ലി വേയിലാണ് നമ്മളത് കാണുക എന്ന് പറയുന്ന പോലെ പല വേർഡ്സ് ഉണ്ട് അല്ലേ ശരിക്കും.